ത്രിമൂർത്തികളുടെയും പരാശക്തിയുടെയും 33 ദേവതകളുടെയും സങ്കേത സ്ഥാനവും തൃശിരസിൻ്റെ തപോവന ഭൂമിയുമായ ശ്രീ കൊട്ടിയൂരിൻ്റെ പവിത്ര ഭൂമിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഉത്തര കേരളത്തിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം, അവിടുത്തെ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കുവാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കൊട്ടിയൂർ ക്ഷേത്രം. പുരാണങ്ങളോളം പഴക്കമുള്ളതാണ് കൊട്ടിയൂരിൻ്റെ ചരിത്രം. ഒരിക്കൽ ദക്ഷൻ്റെ യാഗഭൂമിയായിരുന്നത്രേ കൊട്ടിയൂർ. തൻ്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും പരമശിവനെയും അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ദക്ഷൻ ഒരു യാഗം നടത്തി. ശിവനെയും സതിയെയും ഒഴികെ മറ്റ് എല്ലാവരെയും ദക്ഷൻ യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു. പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി. എന്നാൽ യാഗത്തിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ് ശിവൻ സതിയെ വിലക്കി. അവിടെ ചെന്നാൽ സതി അപമാനിക്കപ്പെടുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടുവെന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ശിവന്റെ വാക്കുകളെ അവഗണിച്ച് സതി യാഗത്തിനെത്തി. ആരും തന്നെ സതിയെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അപമാനിക്കുകയും ചെയ്തു. അതൊന്നും കാര്യമാക്കാതെ സതി അവിടെ തന്നെ ഇരുന്നു. യാഗത്തിനിടയിൽ തൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്നത് സഹിക്കുവയ്യാതെ സതീദേവി അപമാന ഭാരം മൂലം യാഗാഗ്നിയിൽ ജീവനൊടുക്കി. ഇതറിഞ്ഞ കൈലാസത്തിലിരുന്ന ശിവൻ കോപിഷ്ഠനായി. കോപത്തിൻ്റെ ആധിക്യം മൂലം തൻ്റെ ജട പറിച്ച് നിലത്തെറിഞ്ഞു. അതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ ജനിച്ചു. ശിവന്റെ ജടയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തുകയും ദക്ഷന്റെ ശിരസ് അറുത്തെടുക്കുകയും ചെയ്തു. പിന്നീട് ശിവൻ താണ്ഡവ നൃത്തം ആടിയ സമയത്ത് ദക്ഷന്റെ തല ചിന്നിച്ചിതറിപ്പോവുകയും ചെയ്തുവത്രേ. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെ ദേവീ ദേവന്മാർ ശിവന്റെ അടുത്തെത്തി. അവരുടെ അഭ്യർത്ഥന മാനിച്ച ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. തല ചിന്നിച്ചിതറിപ്പോയതിനാൽ ആടിൻ്റെ തല ചേർത്ത് വെച്ചാണ് ജീവൻ നൽകിയത്. പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു. അവിടെ ശിവന്റെ സാന്നിധ്യമായി കണ്ട് അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. യാഗം മുടങ്ങിയതിനാൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരിടമായി ഇത് മാറിയത്രേ. കാലങ്ങൾ പോയപ്പോൾ ഇവിടം ഒരു കൊടുങ്കാടായി മാറി. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാസസ്ഥലമായി ഇവിടം മാറുകയും ചെയ്തു. ഒരിക്കൽ അമ്പിന് മൂർച്ച കൂട്ടാനായി ഇവിടെ എത്തിയ കുറിച്യ യുവാവ് അവിടെ കണ്ട കല്ലിൽ അമ്പ് ഉരച്ചപ്പോൾ രക്തം കണ്ടുവത്രേ. ഇതു ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവിടെ ഉണ്ടായിരുന്ന പടിഞ്ഞാറ്റെ നമ്പൂതിരി കൂവയലിയിൽ കലശമാടി. അങ്ങനെയാണ് വൈശാഖ മഹോത്സവം ആരംഭിച്ചതും എല്ലാത്തിനും ചിട്ടകൾ ഉണ്ടാക്കി ക്രമീകരിച്ചതും ശങ്കരാചാര്യർ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
അക്കരെ കൊട്ടിയൂരെന്നും ഇക്കരെ കൊട്ടിയൂരെന്നും പറഞ്ഞ് രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. മനോഹരിയായ ബാവലിപ്പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും വടക്കു ഭാഗത്ത് അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യും. വൈശാഖ ഉത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. വൈശാഖം പിറന്നാൾ പ്രകൃതി താണ്ഡവമാടുന്ന മഴക്കാലത്ത് ഈശ്വരനും പ്രകൃതിയും മനുഷ്യനും മണ്ണും ഒന്നായി തീർന്ന് ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരുന്ന അതിമനോഹരമായ കാഴ്ച ഇവിടെ ആരംഭിക്കുകയാണ്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശിക്കുന്ന കാനന ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ലക്ഷങ്ങൾ വന്ന് തൊഴുത് സായുജ്യമടഞ്ഞ് മടങ്ങുന്നു. ത്രിമൂർത്തികളും 30 മുക്കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. പുഴയുടെ തെക്കു ഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്കു ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവ സമയത്ത് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കുന്നു. ശിവൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര്. സതീദേവി പിതാവിൽ നിന്നുള്ള അവഹേളനം സഹിക്കവയ്യാതെ ആത്മാഹൂതി ചെയ്ത സ്ഥലത്തെ അമ്മാരക്കത്തറയെന്നും വിളിക്കുന്നു. ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് തിരുവഞ്ചിറ എന്നാണ് പറയുന്നത്. കാടിനു നടുവിൽ കൽപ്പടവുകൾ കെട്ടിയ ചെറു ജലാശയമാണ് തിരുവഞ്ചിറ.
ഇവിടെ വരുന്ന ഭക്തർ കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ഒരു ചരിത്രമുണ്ട്. വീരഭദ്രൻ യക്ഷൻ്റെ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ ദീക്ഷ പറിച്ചെറിഞ്ഞതിന് ശേഷമാണ് തലയർത്തത്. എന്നിട്ട് വീരഭദ്രൻ ദീക്ഷ കാറ്റിൽ പറത്തി. ഈ ദീക്ഷയെയാണ് ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഐതിഹ്യം പറയുന്നു. ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇളനീരാട്ടം. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ നടത്തിയ പലവിധ അഭിഷേകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇളനീരാട്ടം അഥവാ ഇളനീരഭിഷേകം. നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, പണ്ടാരം എഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലംവരവ്, കലശാട്ടം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ. പ്രകൃതിയുടെ വരദാനമായ കൊട്ടിയൂരിൻ്റെ ചൈതന്യധന്യത അവർണ്ണനീയമാണ്. ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന സുന്ദരമായ ഗിരിശൃംഗങ്ങൾ കൊട്ടിയൂരിൻ്റെ കാലാവസ്ഥയെ അനുകൂലമായി സ്വാധീനിക്കുന്നു. ലോകത്ത് തന്നെ അത്യപൂർവങ്ങളായി ഉദാത്തമായ നിത്യഹരിത വനങ്ങൾ കൊട്ടിയൂർ വനഭൂമിയുടെ സവിശേഷതയാണ്. മലമടക്കുകളുടെയും പാറക്കെട്ടുകളുടെയും വനാന്തരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഔഷധവാഹിനിയായ വാവലിപ്പുഴ കൊട്ടിയൂരിൻ്റെ പരിപാവനതയ്ക്ക് ഉത്കൃഷ്ടത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് അക്കരെ കൊട്ടിയൂർ. പ്രാചീനമായ കീഴ്വഴക്കങ്ങളുടെയും ശൈലികളുടെയും തനിമ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ വൈശാഖ മഹോത്സവം കൊണ്ടാടുന്നത്. ലക്ഷോപലക്ഷം ജനങ്ങൾ പ്രതിവർഷം വന്നു ചേരുന്നതും ഉത്സവ നടത്തിപ്പ് സംബന്ധിച്ച് നിരവധി അവകാശികളും അടിയന്തരക്കാരും താമസിക്കേണ്ടതുമായ ഈ ക്ഷേത്ര സംഗമത്തിൽ സ്ഥിര സ്വഭാവമുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും തന്നെ പാടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. യാഗശാലകൾ, കയ്യാലകൾ എന്നറിയപ്പെടുന്ന താൽക്കാലിക ഓല ഷെഡുകളാണ് അടിയന്തരക്കാർക്കും മറ്റും താമസിക്കുന്നതിനും ഓഫീസ് പ്രവൃത്തി മുതലായവ നിർവഹിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കുന്നത്. ഇതര ക്ഷേത്ര ഉത്സവത്തിലെ പോലെ ആധുനിക സ്പർശമുള്ള കലാപരിപാടികൾ ഇവിടെയില്ല. ശീവേലി എഴുന്നള്ളത്ത്, പാണികൊട്ട്, കൊട്ടിപ്പാടി സേവ, പാടകം, കൂത്ത് എന്നിങ്ങനെയുള്ള ക്ഷേത്ര കലാരൂപങ്ങൾ മാത്രമാണ് ഇവിടെ നടത്താറുള്ളത്. കൊട്ടിയൂരിലെ ഇന്നത്തെ അനുഷ്ഠാനങ്ങളും പൂജാവിധികളും ചിട്ടപ്പെടുത്തിയത് മഹേശ്വരൻ്റെ അംശ അവതാരമായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണെന്ന് പുരാവൃത്തങ്ങൾ പറയുന്നു. പ്രിയ ഭക്തജനങ്ങളെ, ഈ വീഡിയോ ഇത്രയും സമയം കണ്ടതിന് കൊട്ടിയൂരപ്പൻ്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൊട്ടിയൂരപ്പൻ ഭക്തർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്.
വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം.